കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ കോട്ടയം സെഷൻസ് കോടതി അല്പസമയത്തിനകം വിധി പറയും. കാഞ്ഞിരപ്പള്ളി കരിമ്പാനയിൽ ജോർജ് കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെയാണ് ഇയാൾ വെടിവെച്ച് കൊന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു അരുംകൊല. കാഞ്ഞിരപ്പള്ളി സെഷൻസ് കോടതി ഇന്ന് വിധി പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചെന്ന കേസ് കോട്ടയം സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. അല്പസമയത്തിനകം വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളി കരിമ്പാനയിൽ ജോർജ് കുറ്റക്കാരനാണ് എന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ അരുംകൊല ഉണ്ടായിരിക്കുന്നത്. 2022 ഈ കേസിന് ആധാരമായ സംഭവം. സഹോദരൻ രഞ്ജു കുര്യൻ, മാതാവിൻ്റെ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെയാണ് വെടിവെച്ചു കൊന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള അരുംകൊല. ഊട്ടിയിലുള്ള ഒരു സ്ഥലം വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണമായത്. കാഞ്ഞിരപ്പള്ളി കരിമ്പാനയിൽ ജോർജ് എന്നയാളാണ് ഇതിൽ പ്രതി. അയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ശേഷം ഇന്ന് വിധി പ്രസ്താവിക്കുമെന്നുള്ളത് ആണ്. അല്പസമയത്തിനകം വിധി വരും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട് കോട്ടയത്തു നിന്ന്. സനോജ്, എപ്പോൾ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇന്നലെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കോട്ടയം സെഷൻസ് കോടതിയാണ് ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇന്ന് വിധി പറയാൻ വേണ്ടി കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇനി ഈ വിധിയിന്മേലുള്ള, അതായത് എന്ത് ശിക്ഷ നൽകണമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാദവും ഇന്ന് നടക്കും. സ്വാഭാവികമായും ആ വാദം രാവിലെ നടക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ പ്രതി കോടതിയിലെത്തിയിട്ടുണ്ട്. വിധി കേൾക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുമിത്രാദികൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാദം പൂർത്തിയായതിനു ശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാവും ഒരുപക്ഷെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. സഹോദരനായിട്ടുള്ള രഞ്ജു കുര്യനെ സ്വന്തം ചേട്ടനായിട്ടുള്ള ജോർജ്, കരമ്പനാൽ വീട്ടിൽ ജോർജ് കൊലപ്പെടുത്തുകയായിരുന്നു. മാതാവിന്റെ സഹോദരൻ മാത്യൂസ് കറിയയും വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. 2022 മാർച്ച് 7-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. കാഞ്ഞിരപ്പള്ളി പോലീസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഈ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കേസിൽ ഈ പ്രതിയായിട്ടുള്ള ജോർജിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉള്ള ബന്ധുമിത്രാദികൾ, അടുത്ത ബന്ധുമിത്രാദികൾ എല്ലാവരും കൂറുമാറിയ ഒരു കേസ് കൂടിയാണ്. പക്ഷേ പ്രോസിക്യൂഷന്റെ ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും മറ്റു സാക്ഷികൾ, അതായത് ഇവരുടെ ഡ്രൈവറും ഒപ്പം തന്നെ വീട്ടുവേല ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളും അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതാണ് കേസിന് സഹായകരമായത്. അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. അന്ന, കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതകത്തിന്റെ വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.